ഏതായിരുന്നു ഇന്ത്യൻ സേനയുടെ പടക്കോപ്പുകളിലെ ആ ബ്രഹ്മാസ്ത്രങ്ങളെന്ന്. സ്കാൽപ് ക്രൂയിസ് മിസൈൽ അതിൽ മുൻപന്തിയിലാണ്. റഫാൽ ജെറ്റുകളിൽ നിന്ന് തൊടുത്തുവിടുന്ന ഈ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലിന് 560 കിലോമീറ്ററാണ് റേഞ്ച്. സബ്സോണിക് വേഗത്തിൽ ഭൂമിയോട് ചേർന്ന് പറന്ന് റഡാറുകളെയും വെട്ടിക്കുന്ന മിസൈലാണ് ഇത്. 450 കിലോഗ്രാം വാർഹെഡ്, GPS, ഇൻഫ്രാറെഡ് ഗൈഡൻസ് എന്നിവ ഉപയോഗിച്ച് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തവിട് പൊടിയാക്കുമ്പോൾ ചുറ്റുപാടുള്ളതൊന്നും തകരാതിരുന്നതിന് കാരണം ഈ പ്രിസിഷൻ അറ്റാക്ക് രീതിയാണ്. ഹാമർ ഗ്ലൈഡ് ബോംബും അയക്കുന്നത് റഫാലിൽ നിന്ന് തന്നെയാണ്. ബോംബ് ടാർഗറ്റിലേക്ക് ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക. റഫാലിൽ നിന്ന് വിടുന്ന ഹാമർ ഗ്ലൈഡ് ബോംബ് സാധാരണ ബോംബുകളെ സ്മാർട്ട് വെപ്പൺസ് ആക്കി മാറ്റുന്നു. 70 കിലോമീറ്റർ റേഞ്ചും GPS ഗൈഡഡ് കൃത്യതയുമുള്ള ഹൈലി അജൈൽ മോഡുലർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് മുരുത്കയിലെ ലഷ്കർ പരിശീലന കേന്ദ്രം തന്നെ തകർത്ത് തരിപ്പണമാക്കി. ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് അഥവാ കാമിക്കേസ് ഡ്രോൺസ്, രഹസ്യവും കൃത്യവുമായ ആക്രമണം നടത്തുന്നവയാണ് ഇന്ത്യൻ നിർമ്മിത ഈ ഡ്രോണുകൾ. 50 തൊട്ട് 100 കിലോമീറ്റർ റേഞ്ചിൽ ടാർഗറ്റിന് മുകളിൽ വട്ടമിട്ട ശേഷം സ്ഫോടക വാർഹെഡുമായിട്ടായിരിക്കും ആക്രമണം നടത്തുക. പാക് അധിനിവേശ കശ്മീരിൽ ലഷ്കർ ഇ തോയ്ബയുടെ മൊബൈൽ യൂണിറ്റുകളെ AI ഡ്രിവൺ ടാർഗറ്റിംഗ് ഉപയോഗിച്ച് നശിപ്പിച്ചത് കാമിക്കസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. UAS ഗ്രിഡ്, അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്ക് സിസ്റ്റം, കൃത്യസമയത്ത് കൃത്യ അറിവാണ് നൽകുക. ഡ്രോണുകളും സാറ്റലൈറ്റുകളും സംയോജിപ്പിച്ച് മുസാഫറാബാദിലെ ക്യാമ്പുകൾ മാപ്പ് ചെയ്ത് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും കൃത്യമായ വിവരം നൽകിയത് ഈ ഗ്രിഡാണ്. അടുത്തത് S-400 ട്രയംഫ് അഥവാ ഇന്ത്യയുടെ സുദർശന ചക്രം. റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ വ്യോമമേഖലയെ കാത്തുരക്ഷിച്ച കവചം കൂടിയാണ്. 400 കിലോമീറ്റർ റേഞ്ചും മൾട്ടി ടാർഗറ്റ് ട്രാക്കിംഗും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങളെ, ഡ്രോണുകളെയും മിസൈലുകളെയും തടഞ്ഞു. അതിർത്തിയിൽ വിന്യസിച്ച S-400 ഒരു ഭീഷണിയെയും തകർക്കാനാവാത്ത കവചം കൂടിയാണ് ഇന്ത്യക്ക്. ബരാക് 8 മിസൈൽ, ഇന്തോ ഇസ്രയേൽ ബരാക് 8 മിസൈലുകൾ ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ്. 100 കിലോമീറ്റർ റേഞ്ചും ആക്റ്റീവ് റഡാർ ഹോമിംഗും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആന്റി ഷിപ്പ് മിസൈലുകളെ തടഞ്ഞു. ബരാക് 8ന്റെ കൃത്യത, തീരദേശ നിരീക്ഷണത്തിന് ഒരു കാരണവശാലും തടസ്സമില്ലാത്ത ഏകോപനമാണ് ഉറപ്പാക്കുന്നത്. ഇന്ത്യയുടെ അജയ്യമായ ആയുധശേഖരവും ദൃഢനിശ്ചയവും പ്രകടമാക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധു. സ്കാൽപിന്റെ കൃത്യത തൊട്ട് S-400ന്റെ പ്രതിരോധം വരെ ഇന്ത്യ തീവ്രവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ആവനാഴിയിലെ ഈ ആയുധങ്ങൾ പുറത്തെടുത്താണ്. ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ എന്ന് തലയുയർത്തിപ്പിടിച്ച് ഇന്ത്യ പറയുന്നതിലും ഈ പറഞ്ഞ ബ്രഹ്മാസ്ത്രങ്ങളുടെ ശക്തി സുവ്യക്തമാണ്. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം. തുറമുഖ പരിസരത്തേക്ക് സന്ദർശകരെ പൂർണ്ണമായി നിരോധിച്ചു. കണ്ടെയ്നർ നീക്കത്തിനെത്തിയ MSCയുടെ ചരക്ക് കപ്പലിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കർശന നിരീക്ഷണത്തിലാണ് വിഴിഞ്ഞം തുറമുഖവും പരിസരവും. ഇന്ത്യ പാക് സംഘർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ കനത്ത ജാഗ്രതയിലാണ്. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. എല്ലാ സേനാ വിഭാഗങ്ങളും സജ്ജരായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്താണ്. തുറമുഖത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്ദർശകരെയും തുറമുഖത്തിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖം ഉൾക്കൊള്ളുന്ന അതീവ സുരക്ഷാ മേഖലയിൽ കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും നേവിയുടെയും പ്രത്യേക സംഘങ്ങൾ പരിശോധന തുടരുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. കൃത്യമായി അവർ സർവൈലൻസ്, അതായത് ഈ ബോട്ടുകളിലെത്തി തുറമുഖത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും എന്തെങ്കിലും അസ്വാഭാവികമായ ഇടപെടലുകൾ എവിടെന്നെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സർവൈലൻസ് നടത്തുന്നു. അതോടൊപ്പമാണ് ഈ തീരത്ത് നിന്ന് ഒരു കപ്പൽ, അതായത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി കേടുപാടുകൾ ഉണ്ടായതിനെ തുടർന്ന് തീരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കപ്പൽ അടിയന്തരമായി അവിടെ നിന്ന് നീക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ നൽകിയിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡ്. ആ കപ്പൽ അടിയന്തരമായി അവിടെ നിന്ന് നീക്കും. അതോടൊപ്പം നിലവിൽ അവിടെയുള്ള MSCയുടെ ഒരു ഷിപ്പിന്, അതായത് കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയ ഒരു ഷിപ്പിന് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ചേർന്ന് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ആ കപ്പലുകൾ കൃത്യമായി നമുക്ക് സുരക്ഷ ഒരുക്കുന്ന ബോട്ടുകളും അതോടൊപ്പം തന്നെ ഈ MSCയുടെ കപ്പലുമൊക്കെ ഇവിടെ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യമാകും. അതുകൊണ്ട് തന്നെ ഈ CCTVയുടെ കർശനമായ നിരീക്ഷണം ഈ പരിസരത്തെല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക്
എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഇരുവശങ്ങളിലും, അതായത് തുറമുഖത്തിന്റെ കവാടത്തിലും അതോടൊപ്പം തന്നെ ഈ തുറമുഖത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിലും കപ്പലുകൾ നിൽക്കുന്ന ബർത്തിനടുത്തുമൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് അടിയന്തര സാഹചര്യം വന്നാലും നേരിടാൻ സജ്ജരായി നിൽക്കാനാണ് നിർദ്ദേശം. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. എന്ത് തരത്തിൽ, അതായത് കടലിലൂടെയുള്ള ഒരു ആക്രമണ സാധ്യത അത് രാജ്യം നേരത്തെ മുതൽ തന്നെ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട പോർട്ടുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കടന്നുപോയി ഏതാണ്ട് ഒരാഴ്ച മാത്രം പിന്നിടുന്ന രാജ്യത്തിന് സമർപ്പിച്ചിട്ട് ഒരാഴ്ച മാത്രം പിന്നിടുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അതിന്റെ തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ള അതീവ സുരക്ഷിതമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിലവിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഉണർത്തുന്ന സാഹചര്യമൊന്നും ഇവിടെ നിലവിലില്ല എങ്കിലും എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് കൃത്യമായി തന്നെ അതിനെ നേരിടാൻ സജ്ജരായിയാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കുകയാണ് ഉദ്യോഗസ്ഥർ. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അങ്ങ് ദൂരെ MSCയുടെ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിന് അടുത്തായി അതിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളുണ്ട്. ആ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾക്ക് സമീപത്താണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനാ സംഘം കൂടി ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഉൾക്കൊള്ളുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നേരത്തെ മുതൽ തന്നെ, അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ കർശനമായ നിരീക്ഷണത്തിലാണ്, വലിയ പരിശോധനകൾക്ക് ഇടയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ പരിശോധനയുടെ അല്ലെങ്കിൽ ആ ജാഗ്രതയുടെ തീവ്രത കൂടും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു നടപടികളിലേക്ക് അവർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് ആളുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലുമെല്ലാം ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തും ഇങ്ങനെ അതിതീവ്ര സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പരിശോധനകൾ അത് കൃത്യമായി ഒരു തരത്തിലും സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനം അനുവദിക്കാതെ നിതാന്തമായ ജാഗ്രത അത് തുറമുഖ കവാടത്തിലും മറ്റ് തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം വിഴിഞ്ഞത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.